ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എത്തി. അപ്പോൾ നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ 382/2025 ആണ്. നിങ്ങളുടെ PSC തുളസിയിൽ നമുക്കറിയാം വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ 383 കാണും. രണ്ടെണ്ണത്തിന് നിങ്ങൾ അപ്ലൈ ചെയ്തേക്കണം കേട്ടോ. BCom ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേറെ കാറ്റഗറി നമ്പർ ഉണ്ട്. അപ്പോൾ കാറ്റഗറി നമ്പർ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സൈറ്റിൽ പോയി വൺ ടൈം രജിസ്ട്രേഷനിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട സമയം എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിയിക്കാൻ വേണ്ടി കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു കോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നോക്കാം. ഈ പോസ്റ്റിന്റെ ഈ ഫോം ഏത്, നമ്മൾ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമെങ്കിലും ഏത് കമ്പനി ബോർഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്? പ്രധാനമായിട്ട് KSFE, അതുപോലെ തന്നെ KSCB, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷെ അതിന് മാത്രമല്ല വേക്കൻസീസ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. വീണ്ടും ഉണ്ട് കുറെ. ഏതൊക്കെയാ നോക്കാം. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കെൽട്രോൺ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമന്റ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, ട്രാവൻകോർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള, കെൽട്രോൺ കോമ്പൗണ്ട് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സെട്ര. ഇത്രയും വകുപ്പുകളിലേക്ക് എന്തായിരുന്നു നിയമനം നടക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിന്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ പോസ്റ്റിന്റെ പേരെന്തായിരുന്നു? ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് എക്സെട്ര. ഇതാണ് ഇതിന്റെ പോസ്റ്റിന്റെ പേരുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ 40,000 രൂപ അടുപ്പിച്ചിട്ടാണ് അതിന്റെ സ്റ്റാർട്ടിങ്. പക്ഷേ ഇത് ബോർഡാണ്, അപ്പൊ ബോർഡിൽ നിന്നുള്ള വരുമാനം കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ കിട്ടും. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ് റീസെന്റ് ആയിട്ട് KSFE കമ്പനി ബോർഡിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 60,000 രൂപയാണ്. ഇൻ ഹാൻഡ്, അതായത് കുറെ പിടുത്തം ഉണ്ടാവും. ഇൻ ഹാൻഡ് കൈ കിട്ടുന്നത് 50K പ്ലസ് ആണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഡിഗ്രി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാലറി അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. 18 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രി കഴിയുമ്പോൾ 18 വയസ്സിനെക്കാളും കൂടുന്നു. എന്നാലും അപ്പർ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 36 വയസ്സ് വരെയാണ്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വർഷം റിലാക്സേഷൻ കിട്ടും കേട്ടോ. 3 years റിലാക്സേഷൻ കിട്ടും. OBC കാർക്ക് 39 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ SC ST കാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് 41 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. ഇനി 36 എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഏത് വർഷം ജനിച്ച ആൾക്കാരാണ് ഡേറ്റ് ഉൾപ്പെടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ഉള്ള ആൾക്കാരാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്തായിരുന്നു? OBCക്കും അതുപോലെ തന്നെ SC ST ക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. സാധാരണ എക്സാമിൽ വരുന്ന അതേ ഏജ് റിലാക്സേഷൻ ഇവിടെ ഉണ്ട്. ഇതൊരു ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് അല്ലെ. ഇതൊരു ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് വരുന്നത്, അതും മനസ്സിലാക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ വരുന്നത്? ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. നിങ്ങൾ BAയോ BSCയോ BComോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി എന്തായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ഡിഗ്രി ലെവലുള്ള എക്സാം ആണ്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത എന്താ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അവിടെ പോയിട്ട് അപ്ലൈ നൗ എന്ന് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ November
19-ാം തീയതിയാണ്, നവംബർ 19, 2025 ബുധനാഴ്ച രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എന്താ, പഠിച്ചു തുടങ്ങണം. ചിട്ടയായി നമ്മൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഈ വർഷം കമ്പനി ബോർഡ് നമ്മളെടുക്കും. ഈ വർഷം എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ, അടുത്ത വർഷമായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഇതുവരെ പഠിക്കാത്തവര് ഒരു ടെൻഷനും വേണ്ട. അടുത്ത ദിവസം വേണ്ട, ഇന്ന് രാത്രി മുതൽ തന്നെ നമ്മൾ അതിന്റെ തുടക്കം കുറിക്കുന്നു, നമ്മൾ പഠിക്കുന്നു. നിങ്ങൾക്ക് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കോഴ്സുകൾ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിലല്ല, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലില്ലേ, അതിൽ കമന്റ് ബോക്സിലൊക്കെ നമ്പർ ചോദിച്ചാൽ തരും. ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഫീസ് മാത്രമാണ് വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഏതെങ്കിലും ഒരു തസ്തികയിൽ അല്ലെങ്കിൽ ഒരു റാങ്ക് നിങ്ങളുടെ ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.